ഹായ് ഫ്രണ്ട്സ്, ഞാൻ റജി ജോസ്. നിങ്ങളിൽ പല പേരൻസും സ്റ്റുഡൻസും ഒക്കെ എന്നോട് പല പ്രാവശ്യം ചോദിച്ചിട്ടുള്ളൊരു കാര്യമാണ് എൻ്റെ ഒരു കുട്ടിക്കാലത്തെക്കുറിച്ച്. മാത്തമാറ്റിക്സിൻ്റെ ബേസിക് ഫണ്ടമെൻ്റൽ അറിയില്ലാതിരുന്ന ആ സമയങ്ങളെക്കുറിച്ചും എൻ്റെ സ്കൂൾ ജീവിതത്തെക്കുറിച്ചും. നമ്മൾ മാത്സിൻ്റെ ബേസിക് ഫണ്ടമെൻ്റൽ അറിയില്ല എന്നൊരു സിറ്റുവേഷനിൽ നമ്മളുടെ ക്ലാസ്സിലേക്ക് ഒരു മാത്സ് ടീച്ചർ കയറി വരുമ്പോൾ നമുക്ക് അനാവശ്യമായ ടെൻഷൻ ഉണ്ടാകുന്നു. അതുപോലെ തന്നെ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ നമ്മുടെ കൈ വിറയ്ക്കുന്നു. ഇതിൻ്റെയൊക്കെ കാരണം നമുക്ക് ബേസിക്കലി ഉണ്ടാകുന്ന പേടിയാണ്. മാത്തമാറ്റിക്സിൻ്റെ ബേസിക് ഫണ്ടമെൻ്റൽ പഠിക്കാൻ അല്ലെങ്കിൽ മനസ്സിലാക്കാൻ നമ്മൾ ചെയ്യേണ്ട ഏറ്റവും വലിയൊരു കാര്യം, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, മാത്സിനോടുള്ള പേടി മാറണം. മാത്സിനോടുള്ള പേടി മാറണമെങ്കിൽ മാത്സിൻ്റെ ബേസിക് റൂട്ട്സ്, അതിൻ്റെ ഫണ്ടമെൻ്റൽ പോയിൻറ്റ്സ് വളരെ ക്ലിയർ ആയിരിക്കണം. എൻ്റെ ഒരു അധ്യാപകൻ, ഞാൻ 10ാം ക്ലാസ്സിൻ്റെ ഒരു അവസാന സമയങ്ങളിൽ എൻ്റെ ഒരു ട്യൂഷൻ അധ്യാപകൻ എനിക്ക് ഒരു ബേസിക് ഫണ്ടമെൻ്റൽ ഒരു പ്രത്യേക രീതിയിൽ പറഞ്ഞു തന്നു. മാജിക് മാസ് ട്രീ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലൂടെയാണ് അദ്ദേഹം ആ ഒരു ബേസിക് ഫണ്ടമെൻ്റൽ എനിക്ക് പറഞ്ഞു തന്നത്. മാജിക് മാസ് ട്രീ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് നമ്മളിത് കേൾക്കുമ്പോൾ ചിന്തിക്കും ഇതൊരു ട്രീ ആണെന്ന്. എന്നാൽ ആക്ച്വലി ഇതൊരു ട്രീ അല്ല. മാത്തമാറ്റിക്സിലെ ഓരോ ബേസിക് പോയിന്റുകളും ഒരു ചെയിനായിട്ട്, ഒരു ഓർഡറായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു മെത്തേഡാണ് മാജിക് മാസ് ട്രീ എന്ന് പറയുന്നത്. അതിന് സാധാരണ പോലെ ഒരു ട്രീ പോലെ ഒരു റൂട്ടുണ്ട്, അതിനുശേഷം ബ്രാഞ്ചസ് ഉണ്ട്. എന്താണ് ആ മാജിക് മാസ് ട്രീയുടെ റൂട്ട്, അതുപോലെ അതിൻ്റെ ബ്രാഞ്ചസ് എന്താണ്, നമ്മൾ എങ്ങനെയാണ് ഒരു ബേസിക് ഫണ്ടമെൻ്റൽ അറിയില്ലാത്തൊരു കുട്ടി മാത്സിൽ എക്സ്പേർട്ട് ആകുന്നത് എന്ന് ഞാൻ കൃത്യമായിട്ട് മാജിക് മാസ് ട്രീയുടെ ഒരു വിശദീകരണം നിങ്ങൾക്ക് എല്ലാവർക്കും തരാം. നിങ്ങളെല്ലാവരും എന്നെ ശ്രദ്ധിക്കുക.